ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതുതലമുറയെ ബോധവാന്മാരാക്കുന്നതിനും ആനുകാലിക പരിസ്ഥിതി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനും പ്രശ്നപരിഹാര മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി പാരിസ്ഥിതിക മലബാർ മേഖലാ ശില്പശാല കോഴിക്കോട് ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പെട്രോൾ ഡീസൽ വില വർധനവിൽ വ്യാപക പ്രതിഷേധം, പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. പുതിയ ടിക്കറ്റ് മെഷീനുകൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിസി ഡ്രൈവർമാരും കണ്ടക്ടർമാരും മിന്നൽ പണിമുടക്ക് നടത്തി. മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ഉതകുന്ന 16 പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 മലപ്പുറത്ത്. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാഴ്ചയ്ക്കിടെ ഇന്ധന വില വർധനയിൽ വൻ കയറ്റം. പെട്രോളിന് 7 രൂപ 9 പൈസയും ഡീസലിന് 5 രൂപ 8 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര തലത്തിൽ വില കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ വരുത്തിയ വിലക്കിഴിവിന്റെ 1/3 ഇപ്പോൾ കമ്പനികൾ തിരിച്ചുപിടിച്ചു. വിനിമയം മൂലം ഇടിഞ്ഞതും അസംസ്കൃത എണ്ണയുടെ വില കൂടി എന്നിവയുമാണ് കാരണമായി പറയുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ വർദ്ധിച്ചു. പെട്രോൾ വില ലിറ്ററിന് 3 രൂപ 13 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് കൂട്ടിയത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 30 പെട്രോൾ വില ലിറ്ററിന് 3.96 രൂപയും ഡീസൽ വില ലിറ്ററിന് 2.37 രൂപയും കൂട്ടിയിരുന്നു. കഴിഞ്ഞ 15 ദിവസത്തിനിടെ മാത്രം പെട്രോളിന് കൂട്ടിയത് ലിറ്ററിന് 7.09 രൂപയും ഡീസലിന് കൂട്ടിയത് 5.08 രൂപയുമാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതിനെ തുടർന്നാണ് എണ്ണക്കമ്പനികൾ കഴിഞ്ഞ ദിവസം പെട്രോൾ ഡീസൽ വില കൂട്ടിയത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം നേരിട്ട കനത്ത ഇടിവും ഇന്ധന വില കൂട്ടാൻ എണ്ണക്കമ്പനികളെ പ്രേരിപ്പിച്ചു. ക്രൂഡ് ഓയിൽ, ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലകൾ ഈ വർഷത്തെ ഉയർന്ന നിരക്കിലാണ് രാജ്യാന്തര വ്യാപാരം. കഴിഞ്ഞ ദിവസം ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് 66.64 ഡോളറും ക്രൂഡ് ഓയിൽ ബാരലിന് 59.73 ഡോളറും രേഖപ്പെടുത്തി. ഈ വർഷം 3 മാസത്തിനിടെ 4ാം തവണയാണ് ഇന്ധന വില കൂട്ടുന്നത്. ഫെബ്രുവരി 16-നും മാർച്ച് 1-നും വില കൂട്ടിയിരുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിൽ വ്യാപക പ്രതിഷേധം. ഇടത് വലത് യുവജന സംഘടനകളും മോട്ടോർ തൊഴിലാളികളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. യൂത്ത് കോൺഗ്രസ്, AIYF, DYFI, മോട്ടോർ സംയുക്ത സമിതി എന്നിവർ പ്രതിഷേധ പ്രകടനം നടത്തി. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിന് മുൻപിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധം പ്രസാദ് അമ്പലക്കൊത്ത് ഉദ്ഘാടനം ചെയ്തു. പാവമണി റോഡിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ഉപരോധത്തിനെത്തിയത്. KC നജുമുദ്ദീൻ അധ്യക്ഷം വഹിച്ചു. K ഋഷിൽ ബാബു, VP സജീഷ്, വസീം അക്രം ചാലപ്പുറം, ജിനീഷ് മാങ്കാവ് എന്നിവർ സംസാരിച്ചു. CP ഷിഹാബുദ്ദീൻ, VT നിഹാൽ, രമേശ് ചന്ദ്രൻ, മൻസൂർ, റമീസ് പയ്യാനക്കൽ, അസ്ലം മാങ്കാവ്, നിഷാന്ത് പുതിയപാലം എന്നിവർ നേതൃത്വം നൽകി. AIYF നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DC ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി P ഗവാസ് നേതൃത്വം നൽകി. പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയ ഗവൺമെന്റാണ് പരിപൂർണമായി കോർപ്പറേറ്റ് മുതലാളിമാരുടെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നവരായി മാറിയിരിക്കുന്നത്. ഗവൺമെന്റ് നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത നല്ല ദിനങ്ങൾ എന്നത് ഈ നാട്ടിലെ സമ്പന്ന കോർപ്പറേറ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലും നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. PK നാസർ, A മോഹനൻ, TV നൌഷാദ്, A കുഞ്ഞൻ, C രാമചന്ദ്രൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി.
പുതിയ ടിക്കറ്റ് മെഷീനുകൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് KSRTC ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും മിന്നൽ പണിമുടക്ക് നടത്തി. പുലർച്ചെ 3 മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് KSRTC അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്ന് 12 മണിയോടെ അവസാനിപ്പിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ 80 ടിക്കറ്റ് മെഷീനുകൾ വിതരണം ചെയ്യുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. കഴിഞ്ഞ 2.5 വർഷമായി മലബാറിലെ KSRTC ബസ് ജീവനക്കാരുടെ നിരന്തര ആവശ്യമാണ് പുതിയ ടിക്കറ്റ് മെഷീനുകൾ അനുവദിക്കണമെന്നത്. ഈ മാസം 15-നകം പ്രശ്നം പരിഹരിക്കാമെന്ന അധികൃതരുടെ വാക്ക് ലംഘിക്കപ്പെട്ടതോടെയാണ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. പഴയ ടിക്കറ്റ് മെഷീൻ ഉപയോഗിച്ച് ടിക്കറ്റ് നൽകുമ്പോൾ പ്രിന്റ് തെളിയാത്തതിനെ തുടർന്ന് ജീവനക്കാർ ഡിപ്പോയിൽ തങ്ങളുടെ കയ്യിൽ നിന്നും പണം നൽകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. സെസ്സും നിലവിൽ വന്നതോടെ ഒരേ യാത്രക്കാർക്ക് തന്നെ 5-6 ടിക്കറ്റുകൾ മുറിച്ചു നൽകേണ്ട അവസ്ഥയും വന്നു. ഇതുമൂലം യാത്രക്കാരും കണ്ടക്ടർമാരും തമ്മിലുള്ള വാക്കുതർക്കവും പതിവായിരുന്നു. മിന്നൽ പണിമുടക്കിന്റെ കാര്യമറിയാതെ KSRTC സ്റ്റാൻഡിലെത്തിയ നിരവധി യാത്രക്കാരാണ് മടങ്ങിപ്പോയത്. ഒടുവിൽ KSRTC അധികൃതർ കണ്ടക്ടർമാരും ഡ്രൈവർമാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്ത മാസം 1-ാം തീയതിയോടെ പുതിയ 80 ടിക്കറ്റ് മെഷീനുകൾ അനുവദിക്കാമെന്നും കണ്ടക്ടർമാർക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നൽകുമെന്നും ചർച്ചയിൽ ധാരണയായി. ഇതേ തുടർന്ന് സമരം പിൻവലിക്കാൻ ജീവനക്കാർ തയ്യാറാവുകയായിരുന്നു. ജനപക്ഷത്ത് നിൽക്കേണ്ട സർക്കാരുകൾ വൻകിട കുത്തകകൾക്കും കോർപ്പറേറ്റ് മാഫിയകൾക്കും അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ അച്യുതൻ. പ്രകൃതി സംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടത്തിയ പാരിസ്ഥിതികം 2015 മലബാർ മേഖലാ പരിസ്ഥിതി ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി സംരക്ഷണ സമിതി പാരിസ്ഥിതികം 2015 എന്ന പേരിൽ മലബാർ മേഖലാ പരിസ്ഥിതി ശില്പശാല നടത്തി. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടന്ന ശില്പശാല പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. വായുവും മണ്ണും ആകാശവും ജലവും വിഷമയമാവുകയും മാനവരാശി രോഗാതുരമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപക്ഷത്ത് നിൽക്കേണ്ട സർക്കാരുകളാവട്ടെ വൻകിട കുത്തകകൾക്കും കോർപ്പറേറ്റ് ഭൂമാഫിയകൾക്കും തികച്ചും അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. പരിസ്ഥിതി നിയമങ്ങൾ പലതും കുത്തകകൾക്കായി മാറ്റിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രൊഫസർ അച്യുതൻ പറഞ്ഞു. ഡോക്ടറേറ്റ് നേടിയ സഹ്യപർവ്വത സംരക്ഷണ സമിതി സംസ്ഥാന കൺവീനർ CB ജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. തായാട്ട് ബാലൻ ഉപഹാരം സമർപ്പിച്ചു. പാരിസ്ഥിതിക ഭരണരീതികൾ എന്ന വിഷയത്തിൽ പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ TV സജീവ്, പരിസ്ഥിതി സംരക്ഷണത്തിൽ വനം വന്യജീവി വകുപ്പിനുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ DCF സോഷ്യൽ ഫോറസ്ട്രി TN സാജൻ, മണ്ണും ജലവും എന്ന വിഷയത്തിൽ CWRDMലെ സയന്റിസ്റ്റ് അബ്ദുൽ ഹമീദ്, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ നെയ്യാറ്റിൻകര രവി, പരിസ്ഥിതികളുടെ രാഷ്ട്രീയവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ വിജയരാഘവൻ ചേലിയ, പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ജനകീയ പോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ അറുമുഖൻ പാത്തിച്ചിറ, പശ്ചിമഘട്ടത്തിലെ ജന്തുവൈവിധ്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ജാഫർ പാലോട്ടെ, പരിസ്ഥിതി പ്രവർത്തനം വെല്ലുവിളികളും പരിഹാരവും എന്ന വിഷയത്തിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സന്തുലനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതുതലമുറയെ ബോധവാന്മാരാക്കുന്നതിനും ആനുകാലിക പരിസ്ഥിതി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനും പരിഹാര മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് ശില്പശാല പ്രാമുഖ്യം നൽകിയത്. TV രാജൻ, ശ്രീനിവാസൻ, P രമേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയുടെ വികസനത്തിനുതകുന്ന 16 പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനസമ്പർക്കം പരിപാടി 2015 മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 19,070 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. ഇതിൽ അർഹരായ 7,000-ഓളം പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നൽകി. നേരത്തെ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച 19,070 പേരിൽ നിന്നും സ്ക്രീനിംഗ് കമ്മിറ്റി തെരഞ്ഞെടുത്ത 102 പേരെയാണ് മുഖ്യമന്ത്രി ആദ്യം നേരിൽ കണ്ടത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പുതിയ അപേക്ഷകരെയും കണ്ടു. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെയും അംഗപരിമിതരെയും മുഖ്യമന്ത്രി ബ്ലോക്കിലെത്തി നേരിൽ കണ്ടു. ജില്ലയുടെ സമഗ്ര വികസനത്തിനായി 16 വികസന പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അരീക്കോട് IT പാർക്ക് അതിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം എത്രയും വേഗം ഇവിടെ ആരംഭിക്കുന്നതാണ്. കോട്ടയ്ക്കൽ കേന്ദ്രമായി ആയുർവേദ യൂണിവേഴ്സിറ്റി എന്ന ആശയം മുമ്പോട്ട് വന്നു. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറെ അതിന്റെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു കഴിഞ്ഞു. അവിടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. മലപ്പുറം ജില്ലയ്ക്ക് നിശ്ചയമായും അത് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്നത്തെ KSRTC ബസ് സ്റ്റേഷൻ വിപുലീകരിച്ചുകൊണ്ട് നവീകരിച്ചുകൊണ്ട് വിപുലമായ ആ പരിപാടി നടപ്പിലാക്കുന്നതാണ്. മലപ്പുറത്ത് ചരിത്ര മ്യൂസിയം, പൊന്നാനിയിൽ കടൽഭിത്തി നിർമ്മാണം, കോട്ടയ്ക്കൽ ആയുർവേദ സർവകലാശാല, ഭാരതപ്പുഴ സംരക്ഷണത്തിനായി പുഴ മുതൽ പുഴ വരെ പദ്ധതി തുടങ്ങിയവയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ.
ഇത്തവണയും അപേക്ഷകരുടെ വൻ തിരക്കാണ് ജനസമ്പർക്ക വേദിയിൽ അനുഭവപ്പെട്ടത്. വാർത്തകളിൽ ഒരിടവേള. ഹായ്, ഞാൻ ഫഹദ് ഫാസിൽ. ഫാഷൻ പ്രേമികളായ കോഴിക്കോടുകാർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി. മലയാള സിനിമയിൽ ഞാനടക്കം മറ്റു താരങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ ഗ്ലോബൽസ് ഇനി കോഴിക്കോട്. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വർണ്ണമത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട്. ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ. കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. വാർത്തകൾ തുടരുന്നു. പോലീസ് സ്റ്റേഷൻ സമീപത്തെ കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ചിന്തവളപ്പ് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുൻവശത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നാണ് 45 വയസ്സ് പ്രായം മുതിർന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. കസബ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹത്തിൽ ചില പരിക്കുകൾ കാണപ്പെട്ടതിനാൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. എഞ്ചിനീയറിംഗിന് ചേരാൻ തുടങ്ങുന്ന കുട്ടികൾക്കായി കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ്, മേഖലാ ശാസ്ത്ര കേന്ദ്രം, IEEE എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശില്പശാല MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരാൻ തുടങ്ങുന്ന കുട്ടികൾക്കായാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെയും മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ MP MK രാഘവൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. +2 പാസ്സായി എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ശില്പശാലയിൽ എഞ്ചിനീയറിംഗ് പഠനം എങ്ങനെ വിജയകരമാക്കാം, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ പഠിക്കാൻ വേണ്ട വിശേഷാൽ കഴിവുകൾ എന്തൊക്കെയാണ്, ഓരോ ബ്രാഞ്ചിന്റെയും ഭാവി സാധ്യതകൾ എന്തൊക്കെ എന്നിവയാണ് ചർച്ച ചെയ്തത്. എഞ്ചിനീയറിംഗിന് ചേരുന്ന കുട്ടികൾ അവരവരുടെ അഭിരുചിക്കും പ്രത്യേക കഴിവുകൾക്കും അനുയോജ്യമായ ബ്രാഞ്ചുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാം എന്നും ശില്പശാലയിൽ മനസ്സിലാക്കാം. മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നീലിറ്റ് ഡയറക്ടർ ഡോക്ടർ MP പിള്ള പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. IEE മലബാർ അധ്യക്ഷ ഡോക്ടർ ലില്ലിക്കുട്ടി സംസാരിച്ചു. IIMലെ ഡോക്ടർ ദീപക് ദയാനിധി, ഫറൂഖ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ സജി കുര്യാക്കോസ്, NITയിലെ മുൻ ഡീനും MES കോളേജിലെ ഇപ്പോഴത്തെ ഡീനുമായ പ്രൊഫസർ KP മോഹൻദാസ് എന്നിവർ രാവിലത്തെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ശാഖകളെപ്പറ്റി ഡോക്ടർ പോൾ ജോസഫും, കമ്പ്യൂട്ടർ IT വിഷയങ്ങളെപ്പറ്റി പ്രൊഫസർ അബ്ദുൾ നസീറും, മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇവയെപ്പറ്റി ഡോക്ടർ N രാമചന്ദ്രനും, സിവിൽ ആർക്കിടെക്ചർ വിഷയത്തെപ്പറ്റി ഡോക്ടർ TP സോമസുന്ദരവും വിഷയം അവതരിപ്പിച്ചു. കാഴ്ച ടെലിവിഷൻ പ്രേക്ഷക അവാർഡുകളും ബഹുമതി പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. പത്രദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നോമിനേഷൻ സ്വീകരിച്ച് മുതിർന്ന പത്രപ്രവർത്തകൻ നവാസ് പൂനൂർ അധ്യക്ഷനായ ജൂറിയാണ് ജേതാക്കളെ നിർണയിച്ചത്. സ്വർണ്ണപതക്കവും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 24-ന് വൈകിട്ട് ഗുജറാത്തി ഹാളിൽ വിതരണം ചെയ്യും. ടെലിവിഷൻ പ്രേക്ഷകരുടെ കൂട്ടായ്മയായ കേരള ടെലിവിഷൻ പ്രേക്ഷക സമിതി തിരുവനന്തപുരം മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 2014 മലബാർ ഏവിയേഷൻ കാഴ്ച ടെലിവിഷൻ പ്രേക്ഷക അവാർഡുകളും ബഹുമതി പുരസ്കാരങ്ങളുമാണ് പ്രഖ്യാപിച്ചത്. സൂര്യ TVയിലെ ഇഷ്ടം എന്ന സീരിയലിലെ നടൻ ആനന്ദകുമാറാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യാനെറ്റിലെ കറുത്തമുത്ത് എന്ന സീരിയലിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രമി വിശ്വനാഥാണ് മികച്ച നടി. ജനപ്രിയ താരം മായ വിശ്വനാഥ്. മഴവിൽ മനോരമയിലെ എന്റെ പെണ്ണ് എന്നതാണ് മികച്ച സീരിയൽ. മികച്ച സംവിധായകനായി എന്റെ പെണ്ണിന്റെ ഡയറക്ടർ ശ്രീജിത്ത് പാലേരി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജേഷ് പുത്തൻപുരയിലാണ് മികച്ച തിരക്കഥാകൃത്ത്. മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ താരം സിറാജ് പയ്യോളിയാണ് മികച്ച ജനപ്രിയ ഹാസ്യ നടൻ. മികച്ച ചാനൽ റിപ്പോർട്ടറായി കൈരളി പീപ്പിളിലെ PV കുട്ടനും മികച്ച വാർത്താ അവതാരകനായി മീഡിയ വണ്ണിലെ ഗോപികൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്ന ബെഡായി ബംഗ്ലാവാണ് മികച്ച എന്റർടൈൻമെന്റ് പ്രോഗ്രാം. മികച്ച ന്യൂസ് ക്യാമറാമാനായി മാതൃഭൂമി ന്യൂസിലെ പ്രജോഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു. പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും കാഴ്ച ന്യൂസ് .കോമിലൂടെയും പ്രേക്ഷകരിൽ നിന്ന് നോമിനേഷൻ സ്വീകരിച്ച മുതിർന്ന പത്രപ്രവർത്തകൻ നവാസ് പൂനൂർ അധ്യക്ഷനും സാഹിത്യകാരി KP സുധീര, സംവിധായകൻ റോബിൻ തിരുമല, ആറ്റിങ്ങൽ വിജയകുമാർ എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് ടെലിവിഷൻ അവാർഡ് ജേതാക്കളെ നിർണയിച്ചത്. സ്വർണ്ണപതക്കവും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം
പുരസ്കാരം ഈ മാസം 24 വൈകുന്നേരം 5 മണിക്ക് ഗുജറാത്തി ഹാളിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി ബിസിനസ് ക്ലബ്ബ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന 6ാമത് മലബാർ ഏവിയേഷൻ കാഴ്ച മെഗാ ടെലിവിഷൻ അവാർഡ് നൈറ്റിൽ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ സംവിധായകൻ റോബിൻ തിരുമല, ആറ്റിങ്ങൽ വിജയകുമാർ, മലബാർ ഏവിയേഷൻ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം, റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി സെക്രട്ടറി സനാഫ് പാലക്കണ്ടി, കാഴ്ച ജനറൽ സെക്രട്ടറി അജീഷ് അത്തോളി എന്നിവർ പങ്കെടുത്തു. മലപ്പുറം കൊണ്ടോട്ടി മേഖലയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. ഒറ്റ രാത്രി കൊണ്ട് 11 കടകളിലും 2 വീടുകളിലുമാണ് മോഷണം നടത്തിയത്. മേഖലയിൽ മോഷണം പതിവാവുന്ന സാഹചര്യത്തിൽ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ പരിശോധനകൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. കൊണ്ടോട്ടി കൊട്ടപ്പുറമങ്ങാടിയിൽ ബാർബർ ഷോപ്പിൽ മുതൽ കോഴിക്കടയിൽ വരെ മോഷ്ടാക്കൾ കയറിയിറങ്ങി. ഒരു വീട്ടിൽ നിന്ന് ബൈക്കും 11 കടകളിൽ നിന്നായി വസ്തുക്കളും പണവും കവർന്നു. 3 മാസത്തിനിടെ 3ാമത്തെ കൂട്ടമോഷണമാണ് കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് നടന്നത്. കോട്ടപ്പുറമങ്ങാടിയിലെ ആയിഷ മൻസിലിൽ സഫ്വാന്റെ വീട്ടിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. കോട്ടപ്പുറം താഴത്തങ്ങാടി കുഴിയമ്പാടത്ത് റഫീഖിന്റെ KM ബിരിയാണി സ്റ്റോറിൽ നിന്നും 21,000 രൂപയും A1 കോഴിക്കടയിൽ നിന്ന് 6,000 രൂപയും കോട്ടപ്പുറം കൈനിക്കര സുബൈറിന്റെ ബാർബർ ഷോപ്പിൽ നിന്ന് 8,000 രൂപയും കവർന്നു. പൈക്കാരത്തൊടി മുഹമ്മദ് ഷാഫിയുടെ അറേബ്യൻ കൂൾബാർ, പുളിക്കത്തറ വീട്ടിൽ വീരാൻകുട്ടിയുടെ പലചരക്കുകട, താഴത്തങ്ങാടിയിലെ KM ബേക്കറി, VP സലാഹുദ്ദീന്റെ ഫാൻസി കട എന്നിവിടങ്ങളിൽ നിന്നും പണം കവർന്നു. KM നൌഫലിന്റെ അറഫ ബേക്കറിയിൽ നിന്ന് പണവും ബേക്കറി സാധനങ്ങളും കവർന്നതായാണ് പരാതി. രാമനാട്ടുകര സ്വദേശി P രവീന്ദ്രന്റെ കോട്ടപ്പുറത്തെ പുന്നപ്ര ഫാൻസിയിൽ നിന്നും ഫാൻസി സാധനങ്ങളും താഴത്തങ്ങാടിയിലെ ഓട്ടോ വർക്ക്ഷോപ്പിൽ നിന്ന് ഉപകരണങ്ങളും കാണാതായിട്ടുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. മോഷ്ടാക്കൾക്കായി വലവിരിച്ച് നാട്ടിൽ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയും സജീവമായുണ്ട്. സോളിഡാരിറ്റി യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ 3ാം എഡിഷന് തുടക്കം. നളന്ദ ഹോട്ടലിൽ തയ്യാറാക്കിയ 3 തിയേറ്ററുകളിലാണ് പ്രദർശനം. സിനിമ ആക്ടിവിസ്റ്റ് സൌമിത്ര ദസ്തിദാർ മേള ഡയറക്ടറാണ്. സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തകൻ K സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ 18-ന് സമാപിക്കും. സോളിഡാരിറ്റി യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിനാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ തുടക്കമായത്. ഫിലിം ഫെസ്റ്റിവലിന്റെ 3ാം എഡിഷൻ 16, 17, 18 തീയതികളിലായി നളന്ദയിലെ 3 തിയേറ്ററുകളിലായാണ് നടക്കുക. സിനിമ ആക്ടിവിസ്റ്റ് സൌമിത്ര ദസ്തിദാറാണ് മേളയുടെ ഡയറക്ടർ. സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തകൻ K സ്റ്റാലിൻ മേള ഉദ്ഘാടനം ചെയ്തു. രാവിലെ 1ാം ഹാളിൽ മെഹ്റിൻ ജബാർ സംവിധാനം ചെയ്ത രാംചന്ദ് പാകിസ്ഥാനി എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ നാഗർപാറിനു സമീപം അപ്രത്യക്ഷമാകുന്ന ശങ്കർ എന്ന അച്ഛന്റെയും രാംചന്ദ് എന്ന മകന്റെയും കഥയാണ് രാംചന്ദ് പാകിസ്ഥാനി. 2002-ലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽപ്പെട്ട് അപ്രത്യക്ഷരാകുകയായിരുന്നു രണ്ടുപേരും. തുടർന്ന് രണ്ടുപേരെയും പാകിസ്ഥാൻ സേന അറസ്റ്റ് ചെയ്ത് അവരുടെ ജയിലുകളിലെത്തിച്ചു. 8 വയസ്സുകാരനായ രാംചന്ദിന്റെയും അച്ഛന്റെയും അതിജീവനത്തിന്റെ കഥയാണ് രാംചന്ദ് പാകിസ്ഥാനി പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ K സ്റ്റാലിന്റെ ലെസർ ഹ്യൂമൻസ്, അവർ വാട്ടർ അവർ ഫ്യൂച്ചർ, ഇന്ത്യ അൺടച്ച്ഡ് എന്നീ സിനിമകളും ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് പാക്കേജിൽ സൌമിത്ര ദസ്തിദാറിന്റെ ബ്ലൂ പ്രിന്റ്, മൈ ഡേയ്സ് വിത്ത് മാവോയിസ്റ്റ് ആർമി, മുസൽമാനാർ കഥ എന്നിവയും പ്രദർശിപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഓപ്പൺ ഫോറം TV മധു ഉദ്ഘാടനം ചെയ്യും. 18-ന് സമകാലിക ലോക സിനിമയെക്കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ മധു ജനാർദ്ദനൻ, K സൈഫുദ്ദീൻ, ബാബു ജനാർദ്ദനൻ, തൻസീർ, I സമീൽ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് വിമാനത്താവളം അടച്ചുപൂട്ടാനുള്ള ഗൂഢനീക്കത്തിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ. CMPയുടെ യുവജന വിഭാഗമായ കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ, കേരള മഹിളാ ഫെഡറേഷനും സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായുള്ള 6 റോഡുകളുടെ നിർമ്മാണം ത്വരിതഗതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് CMPയുടെ യുവജന വിഭാഗമായ KSYF വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ധർണ നടത്തി. കരിപ്പൂർ വിമാനത്താവളം നശിപ്പിക്കാനുള്ള ഗൂഢനീക്കം ചെറുക്കുക, അഴിമതി തടയുന്നതിന് നിയമനിർമ്മാണം ശക്തമാക്കുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു. CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSYF ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മണക്കടവ് അധ്യക്ഷം വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, STU സംസ്ഥാന സെക്രട്ടറി U പോക്കർ, CMP ജില്ലാ സെക്രട്ടറി G നാരായണൻകുട്ടി, KK ചന്ദ്രഹാസൻ, P ബൈജു, സുധീഷ് ഫറോക്ക്, CP രഞ്ജിത്ത്, PP ഫൌസിയ എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ മറ്റൊരിടവേള. ഹായ്, ഞാൻ ഫഹദ് ഫാസിൽ. ഫാഷൻ പ്രേമികളായ കോഴിക്കോടുകാർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി. മലയാള സിനിമയിൽ ഞാനടക്കം മറ്റു താരങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ ഗ്ലോബേഴ്സ് ഇനി കോഴിക്കോട്. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്.
രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വരിവരിയായി wonders താളം തട്ടി മേളം കൊട്ടി ഗോയാം ഗോയാം the platform കണ്ണിലെ big sensations കാണാം youth celebrations ഗോയാം ഗോയാം കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. കടലും കടൽ സമ്പത്തുമെല്ലാം വിദേശ സ്വകാര്യ കുത്തകകൾക്ക് നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ബേപ്പൂരിൽ സാഗര സംഗമം തീർത്തു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ തൊഴിലാളികൾ വള്ളത്തിൽ കടൽ മാർഗം എത്തിയാണ് സാഗര സംഗമം തീർത്തത്. ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടൽ കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തി കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CATUവിന്റെ നേതൃത്വത്തിൽ സാഗര സംഗമം നടത്തി. എല്ലാ വള്ളങ്ങൾക്കും മത്സ്യബന്ധന നിരോധനം 61 ദിവസമാക്കിയ കേന്ദ്ര തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച സംഗമം CATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യമേഖലയ്ക്ക് കോടികളുടെ വിദേശ നാണ്യം നേടാൻ സഹായിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികളെന്നും അവരുടെ അവകാശങ്ങൾ ഹനിച്ചും കുത്തകകൾക്ക് സർവേ സൌകര്യമൊരുക്കുന്ന കേന്ദ്ര നയം തിരുത്തേണ്ടി വരുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. കടലിന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ രാജ്യവ്യാപകമായി തൊഴിലാളി പ്രസ്ഥാനങ്ങൾ. സ്വാഗത സംഘം ചെയർമാൻ കെ.വി. ശിവദാസൻ അധ്യക്ഷം വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പി.പി. ചിത്രരഞ്ജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷീർ കൂട്ടായി, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ. ദാസൻ MLA, ജില്ലാ സെക്രട്ടറി വി. കെ. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന പ്രഥമ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത പ്രോത്സാഹനമാണ് കോഴിക്കോട്ടെ കാണികളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വനിതാ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യാതിഥികളെ ഉദ്ഘാടന ചടങ്ങിനായി ആനയിച്ചത്. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച പ്രഥമ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആവേശകരമായ കിക്ക് ഓഫ്. ആദ്യ ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ആതിഥേയരായ കോഴിക്കോട് B ടീമും മലപ്പുറവും സെമിയിലെത്തി. മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ IM വിജയൻ നിർവഹിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കി എന്ന വിശേഷണം പലരും കൊൽക്കത്തയ്ക്കാണ് നൽകുന്നതെങ്കിലും എന്തുകൊണ്ടും അതിന് അർഹത കോഴിക്കോടിനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കി എവിടെ വെച്ചാൽ എല്ലാവരും കളിക്കാം. ഞങ്ങളൊക്കെ പറയും, കളിക്കാരൊക്കെ പറയും കാലിക്കറ്റാന്ന് പറയും. ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ മേയർ A.K. പ്രേമജം അധ്യക്ഷം വഹിച്ചു. CDA ചെയർമാൻ NC അബൂബക്കർ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, കൌൺസിലർ P. കിഷൻ ചന്ദ്, കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് K. പ്രേംനാഥ്, ജനറൽ സെക്രട്ടറി N. പത്മനാഭൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ കമാൽ വരദൂർ, കൺവീനർ മധുസൂദനൻ കർത്ത എന്നിവർ സംസാരിച്ചു. വനിതാ സംഘത്തിന്റെ പഞ്ചാരിമേളം, ഗ്രാസ് റൂട്ട് താരങ്ങളുടെ പ്രകടനം, കളരിപ്പയറ്റ് തുടങ്ങിയവ ചടങ്ങിന്റെ മാറ്റുകൂട്ടി. ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരം കണ്ണൂരും തമ്മിലുള്ള മത്സരത്തിൽ തിരുവനന്തപുരം ജേതാക്കളായി. 8 മണിക്ക് കോഴിക്കോടും PRDയും നടന്ന മത്സരത്തിൽ കോഴിക്കോട് 2 ഗോളിന് ജേതാക്കളായി. കണ്ണൂർ പാലക്കാട്, PRD തൃശൂർ, പാലക്കാട് തിരുവനന്തപുരം, തൃശൂർ കോഴിക്കോട് എന്നിവ പിന്നീട് ഏറ്റുമുട്ടി. പ്രദർശന ഫുട്ബോളിൽ കേരള 11 മാർത്തോമ കോളേജിനെ നേരിട്ടു. VP ശ്രീജിത്ത്, VP ജയറാം എന്നിവർ പകർത്തിയ 80 ഫോട്ടോകളുമായി മീറ്റിംഗ് ലൈവ് ഫോട്ടോ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. ചിത്രകാരൻ ദേവ് പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ശനിയാഴ്ച സമാപിച്ചു.
മീറ്റിംഗ് ലൈഫ് ഫോട്ടോ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകാരൻ ദേവപ്രകാശ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഡോർ ആൻഡ് വിൻഡോ എന്ന വിഷയം ആസ്പദമാക്കി VP ഷിജിത്തും PV ജയറാമും പകർത്തിയ 80 ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. ഹൈദരാബാദ് ITIയിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ മലയാള ഗവേഷകനാണ് ഷിജിത്ത്. ജയറാം കനഡയിൽ IT എഞ്ചിനീയറാണ്. കോളേജിൽ സഹപാഠികളായിരുന്ന ഇരുവരും ഒരു ദശകത്തിന് ശേഷം ഈ ഫോട്ടോ പ്രദർശനത്തിലൂടെ ഒരുമിക്കുകയാണ്. പ്രദർശനം ശനിയാഴ്ച സമാപിച്ചു. HMS മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന KV നാരായണൻ നായരുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി അനുമോദന സമ്മേളനം നടന്നു. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് KV നാരായണൻ നായർ നവതിയിൽ എത്തി നിൽക്കുകയാണ്. 60 വർഷത്തിലേറെമായി തൊഴിലാളി സംഘടനാ രംഗത്ത് നിസ്തുലമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിവന്നത്. HMS സംസ്ഥാന പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അദ്ദേഹം സംഘടനാ രംഗത്ത് ഇപ്പോഴും സജീവമാണ്. കേരള കർഷക തൊഴിലാളി യൂണിയൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ, ചെത്തുതൊഴിലാളി യൂണിയൻ, കമേഴ്ഷ്യൽ വർക്കേഴ്സ് യൂണിയൻ, തെങ്ങുകയറ്റ തൊഴിലാളി യൂണിയൻ തുടങ്ങിയ സംഘടനകളുടെ ഭാരവാഹിയായും നിരവധി സംഘടനകൾ രൂപീകരിക്കുന്നതിൽ നേതൃത്വം നൽകിയിട്ടുമുണ്ട്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ KV നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സഹകരണ സംഘം ഡയറക്ടർ എന്നീ നിലകളിലും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം 90 വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് HMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ അനുമോദിച്ചത്. HMS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ അംഗത്തിൽ അജയകുമാർ, T ദാസൻ, K ഗംഗാധരൻ, KG പങ്കജാക്ഷൻ, U പോക്കർ, KV നാരായണൻ നായർ, അഡ്വക്കേറ്റ് RN രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. KK കൃഷ്ണൻ മംഗളപത്രവും AT ശ്രീധരൻ ഉപഹാര സമർപ്പണവും നടത്തി. ബിസിനസ് വാർത്തകൾ. ഫാഷന്റെ പുതിയ നിർവചനങ്ങളുമായി ഗ്ലോബേഴ്സ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. യൂത്ത് ഐക്കണും സുപ്രസിദ്ധ സിനിമാ താരവുമായ ഫഹദ് ഫാസിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഗ്രാൻഡ്മാർക്ക് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഷാദ് VK, വൈസ് ചെയർമാൻ അഷ്റഫ് ചക്കാരത്ത്, ഡയറക്ടർ CEO ഷൌക്കത്ത് അലി ചക്കാരത്ത്, ജനറൽ മാനേജർ മൂസ കല്ലിന്റെവിട, ഗ്രാൻഡ്മാർട്ട് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ നജ്മൽ KC, ഗ്ലോബേഴ്സിന്റെ മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുള്ള തട്ടന്റെവിട, മഷ്റൂഫ്, പാർട്ണർ ഫിറോസ് മുഹമ്മദ്, ഗ്രാൻഡ്മാർട്ട് ഖത്തർ റീജിയണൽ ഡയറക്ടർ അമീർ ഇസ്മായിൽ ചക്കാരത്ത്, റീജിയണൽ മാനേജർ അബ്ദുൾ മനാഫ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ അബ്ദുൾ ഫഹദ്, ലീഗൽ മാനേജർ ഉമ്മർ ചാലിൽ, സൌരവ് പ്രധാൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സെൻസേഷണൽ ട്രെൻഡുകളുടെ അതിനവീന ലോകമാണ് അക്ഷരാർത്ഥത്തിൽ ഗ്ലോബേഴ്സ്. വസ്ത്രങ്ങളുടെയും ഫുഡ്വെയറുകളുടെയും ആക്സസറീസിന്റെയും ഏറ്റവും മികച്ച കളക്ഷൻ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. ആധുനിക ശൈലിയിലുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഗ്ലോബേഴ്സിനെ വേറിട്ട് നിർത്തുന്നത്. ജീവിതത്തിന്റെ പുതുമകൾ ആഗ്രഹിക്കുന്നവരുടെയും വ്യത്യസ്ത സ്റ്റൈലുകൾ കൊതിക്കുന്നവരുടെയും ബ്രാൻഡ് ന്യൂ ഡെസ്റ്റിനേഷനാണ് ഇവിടം. അപൂർവ നിമിഷങ്ങളെ അനശ്വരമാക്കുന്ന ലൈഫ് സ്റ്റൈൽ ഫാഷൻ സ്റ്റോർ, ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്ന ശ്രേണികളാൽ വൈവിധ്യപൂർണവുമാണ് ഗ്ലോബേഴ്സ്. ലക്ഷറി സെലിബ്രിറ്റി ചോയ്സുകളിലും സ്വപ്നതുല്യമായ റേഞ്ചുകളിലും ഷോപ്പിംഗിനെ ഇവിടെ ആഘോഷമാക്കി മാറ്റാം. കോഴിക്കോടിന് ഗ്ലോബേഴ്സ് ഒരുക്കുന്ന സെൻസേഷണൽ ഷോപ്പിംഗ് പറുദീസയാണ് ഇവിടെ ഏവരെയും കാത്തിരിക്കുന്നത്. ഫാഷൻ കൺസെപ്റ്റുകളെയും ട്രെൻഡുകളെയും മാറ്റിമറിക്കുന്നതെല്ലാം യഥാർത്ഥ മൂല്യത്തോടെ ഗ്ലോബേഴ്സിൽ നിന്നും സ്വന്തമാക്കാം. സെൻസേഷണൽ കളക്ഷന് പുറമെ വിന്റർ, സമ്മർ, സ്പ്രിംഗ്, ഓട്ടം സീസണൽ സെലക്ഷനുകളും ഏറെ വൈവിധ്യങ്ങളോടെ ലഭ്യമാകുന്നു. ഇന്ത്യയിലും വിദേശത്തും ഫാഷൻ ഔട്ട്ലെറ്റ് ചെയിനുകൾക്ക് തുടക്കമിട്ടിട്ടുള്ള പ്രമുഖ ഗ്രൂപ്പായ ഗ്രാൻഡ്മാർട്ടിന്റെ സംരംഭമാണ് റാമോഹൻ റോഡിലെ ഗ്ലോബേഴ്സ് ഫാഷൻ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ ഡീസൽ വില വർധനവിൽ വ്യാപക പ്രതിഷേധം, പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. പുതിയ ടിക്കറ്റ് മെഷീനുകൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരും മിന്നൽ പണിമുടക്ക് നടത്തി. മലപ്പുറം ജില്ലയുടെ വികസനത്തിന് ഉതകുന്ന 16 പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടി കരുതൽ 2015 മലപ്പുറത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബേഴ്സ് ഫാഷൻ സെലിബ്രേറ്റ് യു.